Hi everyone, welcome to next section of transport costing. Operating cost statement and calculate total kilometers and total passenger kilometer. ഈ രണ്ട് സെക്ഷനിലും പ്രോബ്ലം സോൾവിങ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ നെക്സ്റ്റ് ഒരു പാർട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. From the following information, calculate total kilometers and total passenger kilometer. Total kilometer കാണണം, total passenger kilometer കാണണം. Number of buses 5. Days operated in the month 25 days. Trips made by each bus 4 trips. Distance of route 20 km long one side. ഒരു സൈഡിലേക്കാണ് 20 km ദൂരം. ഓക്കെ, capacity of bus 50 passengers. Normal passenger traveling 90% of capacity. അപ്പോൾ ബസ്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 പാസഞ്ചേഴ്സാണ്. അതിൽ ഈ ഒരു ട്രിപ്പിൽ നോർമൽ പാസഞ്ചർ ട്രാവൽ ചെയ്യുന്നത് എത്രയാണ്? 50യുടെ 90% കപ്പാസിറ്റി. മുഴുവനും ഇല്ല, അതിൻ്റെ 90% കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കിലോമീറ്റർ കവേർഡ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ബസ്സസ്, നമ്പർ ഓഫ് ഡേയ്സ്, നമ്പർ ഓഫ് ട്രിപ്പ്, ഡിസ്റ്റൻസ്, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിലോമീറ്റർ കിട്ടും. 5 ബസ്സസ് ആണുള്ളത്. ഒരു മന്തിൽ 25 ഡേയ്സും റൺ ചെയ്യുന്നുണ്ട്. 4 ട്രിപ്പുണ്ട്. അതിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൺ സൈഡിലോട്ട് 20 ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ 20 × 2 എന്ന് പറയുമ്പോൾ 40 വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 40 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് ഈസ് ഗിവൺ ടു അസ്. Therefore, the distance of trip will be 20 × 2, that is 40. That is both for going and coming, പോവാനും അതേപോലെ വരാനും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ 40 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 5 × 25 × 4 × 40 that is equal to 20,000 kilometers. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ ആണ്. ഇതിനകത്ത് നമുക്ക് കിട്ടി 20,000 വെച്ചിട്ടാണ് ചെയ്യാം. ഉണ്ടോ, 20,000 നമുക്ക് ടോട്ടൽ ഇത്ര കിലോമീറ്ററാണ് കവർ ചെയ്തതെന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ 50 ആണ് കപ്പാസിറ്റി, അതിൽ 90% ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മൂന്നും കൂടെ ചെയ്യുന്ന സമയത്ത് 9 lakh കിട്ടുക. 9 lakh പാസഞ്ചർ കിലോമീറ്റർ. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടി വരും? ടോട്ടൽ കിലോമീറ്റർ ആദ്യം കാണണം വേണ്ടേ? അപ്പോൾ 5 നമ്പർ ഓഫ് ബസ്സസ് 5, നമ്പർ ഓഫ് ഡേയ്സ് 25, നമ്പർ ഓഫ് ട്രിപ്പ് 4, ഡിസ്റ്റൻസ് പെർ ട്രിപ്പ് എന്ന് പറയുന്നത് 20 × 2 40, കപ്പാസിറ്റി 50 കപ്പാസിറ്റിയാണുള്ളത്. ആ 50 കപ്പാസിറ്റിയിൽ എത്രയാണ് നോക്കൂ? 50 കപ്പാസിറ്റിയിൽ 90% അല്ലേ? 90% ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 10 lakh. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 lakh കിട്ടും. ഓക്കെ, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 lakh കിട്ടും. ആ 10 lakh × 90%. അപ്പോൾ നമുക്ക് 9 lakh കിട്ടും. അപ്പോൾ രണ്ട് രീതിയിലും കാണാം. എങ്ങനെയൊക്കെയാണ്? ഡിസ്റ്റൻസ് ടോട്ടൽ കിലോമീറ്റർ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതായത് നമ്മൾ താഴെ ചെയ്ത പോലെ ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യാം. ടോട്ടൽ എത്ര കിലോമീറ്റർ ആണോ അത് കപ്പാസിറ്റി നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് അങ്ങനെ കാണാം. അതല്ല, ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ നമ്മൾ ആദ്യമേ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ നേരിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. നമ്പർ ഓഫ് ബസ്സസ് × നമ്പർ ഓഫ് ഡേയ്സ് × നമ്പർ ഓഫ് ട്രിപ്സ് × ഡിസ്റ്റൻസ് പെർ ട്രിപ്പ് × കപ്പാസിറ്റി × നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും എന്ത് ചെയ്യാം? കാണാം. രണ്ട് രീതിയിലായാലും ശരി നമുക്ക് എത്ര വരിക? 9 lakh ആണ് വരുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് നോക്കാം. രാജധാനി ട്രാൻസ്പോർട്ട് കമ്പനീസ് റണ്ണിങ് 4 buses, 4 ബസ് ബിറ്റ്വീൻ 2 towns, 2 ടൗണിലൂടെ വിച്ച് ആർ 50 miles അപ്പാർട്ട്. ഒരു ഭാഗത്തേക്ക് 50 മൈലാണ് ഓടുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി 40 ആണ്. ഓക്കെ, ഒരു ഭാഗത്തേക്ക് 50 ആണ്, സീറ്റിംഗ് കപ്പാസിറ്റി 40 ആണ്. ഇനി
The following particulars were obtained from their books for the month of November 2018. ആദ്യം നമുക്ക് വേജസ് ഓഫ് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 2400. നവംബർ മാസത്തിലെ കണക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. സാലറീസ് ഓഫ് ഓഫീസ് ആൻഡ് സൂപ്പർവൈസറി സ്റ്റാഫ് 1000, ഡീസൽ ഓയിൽ 4000, റിപ്പയർ മെയിൻ്റനൻസ് 800, ടാക്സേഷൻ ഇൻഷുറൻസ് 1600, ഡിപ്രീസിയേഷൻ 2600, ഇൻട്രസ്റ്റ് ആൻഡ് അതർ ചാർജസ് 2000. ദറ്റ് ഈസ് 14,400 കിട്ടിയിട്ടുണ്ട്. ആക്ച്വൽ പാസഞ്ചേഴ്സ് ക്യാരിഡ് വേർ 75% ഓഫ് ദ സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുള്ളത് 40 പാസഞ്ചേഴ്സാണ്. അതിൽ 75% ഇവിടെ അവർ ക്യാരി ചെയ്യുന്നുള്ളൂ. ഓൾ ദി 4 ബസ്സസ് റൺ ഓൺ 30 days in a month. ഒരു മാസത്തിൽ 30 ദിവസം 4 ബസ്സും ഓടുന്നുണ്ട്. ഓരോ ബസ്സും 1 ട്രിപ്പ് പെർ ഡേ ആണ് 1 റൗണ്ട് ട്രിപ്പാണ് ഒരു ദിവസം ചെയ്യുന്നത്. പ്രിപ്പയർ ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി മന്ത് ഷോയിങ് കോസ്റ്റ് പെർ പാസഞ്ചർ മൈൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ ചെയ്യാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഹെഡിങ് കൊടുക്കുന്നു. ഫോർ ദി മന്ത് ഓഫ് നവംബർ 2018 നമുക്ക് തന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസും എഴുതാം. വേജസ്, സാലറി, ഡീസൽ ഓയിൽ, റിപ്പയർ, ടാക്സേഷൻ, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ ചാർജസ് എല്ലാം നമുക്ക് തന്നതുപോലെ ടോട്ടൽ എമൗണ്ട് അല്ലേ ഒരു മന്തിലല്ലേ തന്നിട്ടുള്ളത്, കംപ്ലീറ്റ് ഓരോന്നും എഴുതി നമുക്ക് ടോട്ടൽ ചെയ്യാം. 14,400 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അതെല്ലാം ഒന്ന് എഴുതിയെടുക്കുക. ശേഷം കോസ്റ്റ് പെർ പാസഞ്ചർ മൈലാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ 14,400 ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്, എത്ര പാസഞ്ചർ കാണണ്ടേ നമുക്ക്. അപ്പോൾ നമ്പർ ഓഫ് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം 4 ട്രിപ്പ് പോകുന്നുണ്ട്. എത്ര റൗണ്ട് ചെയ്യുന്നുണ്ട്, എത്ര റൗണ്ടാണ് ചെയ്യുന്നത്, ബിറ്റ്വീൻ സിറ്റീസ് എത്ര റൗണ്ട് ചെയ്യുന്നുണ്ട്, ഒരു റൗണ്ടാണ് ചെയ്യുന്നത്. എത്ര മന്ത്സ് ഉണ്ട്, ഒരു മന്ത്സിൽ എത്ര ഡേയ്സ് അവർ ഓടുന്നുണ്ട്, 30 days അവർ റൺ ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 40 ആണ്. അതിൻ്റെ എത്ര യൂസ് ചെയ്യുന്നത്, 75%. ഇനി മൈലേജ് പെർ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തേക്ക് 50 ആണ്. അപ്പോൾ 2 ഭാഗത്തേക്കും കൂടി 50 × 2 ആണ് വരിക, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമ്പർ ഓഫ് ട്രിപ്സ് പെർ ഡേ, ഒരു ദിവസം 4 ട്രിപ്പ്, അതിൽ ഒരു റൗണ്ടാണ് ചെയ്യുന്നത്. ഒരു മന്തിൽ 30 days ഓടുന്നുണ്ട്. കപ്പാസിറ്റി 40 പാസഞ്ചറിൽ 75% കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, അതായത് 30 വരും. പിന്നെ മൈലേജ് എന്ന് പറയുന്നത് ഒരു അപ്പാർട്ടാണ് നമുക്ക് 50 തന്നത്. അപ്പോൾ ഒരു റൗണ്ട് അടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ദാറ്റ് ഈസ് 50 × 100 വരും. ഓക്കെ, അപ്പോൾ 4 × 1 × 30 × 40, 40യുടെ 75% 30 ആണ്, × 100 അതായത് 50 × 2. അങ്ങനെ ടോട്ടൽ പാസഞ്ചർ മൈൽ നമുക്ക് എത്ര കിട്ടും, 3,60,000 കിട്ടും ടോട്ടൽ പാസഞ്ചർ മൈൽസ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പാസഞ്ചർ മൈൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു പാസഞ്ചർ മൈലിൽ എത്ര കോസ്റ്റ് വന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ടോട്ടൽ കോസ്റ്റ് വന്നു, 14,400 ആണ് ടോട്ടൽ കോസ്റ്റ് വന്നത്. അതിൽ ടോട്ടൽ പാസഞ്ചർ മൈൽസ് എന്ന് പറയുന്നത് എല്ലാ ട്രിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര വരും, എല്ലാ ട്രിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര ദിവസം എത്ര ദൂരം എന്നൊക്കെ നോക്കുമ്പോൾ 3,60,000 വരും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കൊണ്ട് നമുക്ക് ടോട്ടൽ പാസഞ്ചർ മൈൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസഞ്ചർ മൈലിന് എത്ര കോസ്റ്റ് വന്നു കാണാം. 4 പൈസയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്, 0.04, ദാറ്റ് മീൻസ് 4 പൈസ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? തന്ന എക്സ്പെൻസ് എല്ലാം കൂടെ നമ്മൾ ചേർത്തെഴുതി അതിൽ ആക്ച്വൽ എത്ര ടോട്ടലായിട്ട് എത്ര പാസഞ്ചർ കിലോമീറ്റർ നമ്മൾ പാസഞ്ചർ മൈൽസ് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാസഞ്ചർ മൈലിന് എത്രയാണ് കോസ്റ്റ് വന്നതെന്നുള്ളത് നമുക്ക് കിട്ടി. 4 പൈസയാണ് ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്യാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിൾ. ഒരു വെഹിക്കിളിലെ കോസ്റ്റ് പെർ മൈലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏതൊക്കെ ഇൻഫർമേഷൻസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തുന്നത് നോക്കാം. ഫസ്റ്റ് ഇൻഫർമേഷൻ, വാല്യൂ ഓഫ് വെഹിക്കിൾ 15,000. ഒരു വെഹിക്കിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15,000. റോഡ് ലൈസൻസ് ഫോർ ദി ഇയർ
500, insurance 100, garage 600, driver's salary per month 200, cost of petrol per liter 0.80, miles per liter 8, proportional charge for tire and maintenance per mile 0.20, estimated life 1,50,000 miles, estimated annual mileage 6,000 miles. Okay, then operating cost സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആനുവൽ കോസ്റ്റും എഴുതാം, അതുപോലെ കോസ്റ്റ് പെർ മൈലും കാണിക്കാം. ഇവിടെ നമുക്ക് ശരിക്കും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫിക്സഡ് ചാർജസ്, വാരിയബിൾ ചാർജസ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടും അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് തന്നിട്ടുള്ളതിൽ ആദ്യം ഫിക്സഡ് എക്സ്പെൻസസ് കാറ്റഗറൈസ് ചെയ്ത് എഴുതി നോക്കാം. ഫിക്സഡ് എക്സ്പെൻസസിൽ ഇവിടെ ഡിപ്രീസിയേഷനും റോഡ് ലൈസൻസും ഇൻഷുറൻസും ഗ്യാരേജ് റെൻറ്റും ഡ്രൈവേഴ്സ് വേജസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടോ ഡയറക്റ്റായിട്ട്? ഇല്ല. വാല്യൂ ഓഫ് വെഹിക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, 15,000 ആണ് തന്നിട്ടുള്ളത്. ഈ വെഹിക്കിളിൻ്റെ എസ്റ്റിമേറ്റഡ് 15,000 വാല്യൂ ഓഫ് വെഹിക്കിൾ തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫും തന്നിട്ടുണ്ട്. എത്രയാണ്? 1,50,000 മൈൽസാണ് എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15,000 ഡിവൈഡഡ് ബൈ 1,50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.10 ആണ് വരിക. ഒരു മൈലിന് 0.10 ആണ് വരിക. നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാണിക്കണ്ടേ, ആനുവൽ കോസ്റ്റ് കാണിക്കണ്ടേ? ആനുവൽ കോസ്റ്റ് കാണിക്കണം. അപ്പോൾ അതിന് എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ് എത്രയാണ്? 6,000 മൈൽസാണ്. അപ്പോൾ നമ്മൾ 6,000 മൈൽസിലേക്ക് കൺവേർട്ട് ചെയ്താലാണ് ഒരു വർഷം എത്രയെന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആനുവൽ കോസ്റ്റ്, ഒരു വർഷത്തേക്കുള്ള കോസ്റ്റ് നമുക്ക് കാണണം, കോസ്റ്റ് പെർ മൈലും നമുക്ക് കാണണം. കോസ്റ്റ് പെർ മൈൽ ഇതാ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 15,000 ഡിവൈഡഡ് ബൈ 1,50,000. അതിൻ്റെ കോസ്റ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ലൈഫ്. ഓക്കെ, ആ വെഹിക്കിളിൻ്റെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 പൈസയാണ് കിട്ടുന്നത് ഒരു മൈലിന്. അത് 1 ഇയറിൽ 6,000 ആണ് മൈലേജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനുവൽ എത്ര കോസ്റ്റാണ് അതിൽ വരിക എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി റോഡ് ലൈസൻസ് എന്ന് പറയുന്നത് ആനുവൽ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 500 ആണ്. അതിന് കോസ്റ്റ് പെർ മൈലാകുമ്പോൾ എങ്ങനെയാണ്? ഒരു വർഷം എത്ര മൈലാണ്? 6,000 അല്ലേ? അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 6,000 ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ മൈല് 0.08 കിട്ടും. ഓക്കെ, അതേപോലെ ഇൻഷുറൻസ് പറയുന്നത് 100 ആണ്. ഈ 100നെ ഡിവൈഡഡ് ബൈ 6,000 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വർഷത്തേക്കുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ ഒരു മൈലിന് എത്രയാണെന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 6,000 മൈൽസ്, അപ്പോൾ 0.02 കിട്ടും. ദെൻ ഗ്യാരേജ് റെൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത് 600 ആണ് അല്ലേ? ഈ 600 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ ഒരു വർഷത്തേക്ക് എത്ര മൈലുണ്ട്? 6,000. അപ്പോൾ 6,000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 0.10 ആണ് കിട്ടുക. ഇനി ഡ്രൈവേഴ്സ് വേജസ് പറയുന്നത് ഒരു മന്തിന് 200 ആണ് അല്ലേ? അത് 12 മന്തിലേക്ക് കൺവേർട്ട് ചെയ്താലാണ് നമുക്കൊരു 1 ഇയറിൻ്റെ കോസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 200 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 2,400 ആനുവൽ കോസ്റ്റ്. ഓക്കെ, ഒരു മാസത്തേക്കാണ് 200. അപ്പോൾ 12 മന്തിന് കാണുമ്പോഴാണ് 1 ഇയർ ആവുന്നത്. 1 ഇയറിന് 2,400 രൂപയാണ്. അത് നമുക്ക് കോസ്റ്റ് പെർ മൈലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 2,400 ഡിവൈഡഡ് ബൈ 6,000 മൈൽ, അപ്പോൾ എത്ര വരും? 0.04 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആനുവൽ കോസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഫിക്സഡ് കോസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4,200 വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 6,000. അതല്ലെങ്കിൽ ഓരോ നമുക്ക് ആഡ് ചെയ്യാം. 10 പൈസ, 8 പൈസ, 2 പൈസ, അതേപോലെ 0.10, 0.40 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി? 70 പൈസയാണ് കിട്ടിയത് അല്ലേ? 10 പൈസ, 10 പൈസ, 40 പൈസ, പിന്നെ 0.08, അതേപോലെ 0.282 അങ്ങനെയാണ് കിട്ടുന്നത്.
അപ്പോൾ 8 2 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 10 ആവുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 70 പൈസ വന്നു. 8 പൈസ 2 പൈസയും കൂടെ ആഡ് ചെയ്യുക, 10 10 40, അപ്പോൾ 70 പൈസ കിട്ടി. ഇനി വാരിയബിൾ എക്സ്പെൻസസ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? കോസ്റ്റ് ഓഫ് പെട്രോൾ തന്നിട്ടുണ്ട് അല്ലേ? കോസ്റ്റ് ഓഫ് പെട്രോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെ തന്നിട്ടുള്ളത് നോക്കൂ. കോസ്റ്റ് ഓഫ് പെട്രോൾ ഉണ്ട്, 1 ലിറ്ററിന് 0.08. 1 ലിറ്റർ എത്ര മൈൽ പോകും? 8. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാരിയബിൾ കോസ്റ്റ് 0.80 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഒരു മൈലിൽ എത്ര പോകും? 8 മൈൽ പോകും അതുകൊണ്ട് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 8, അപ്പോൾ നമുക്ക് 0.10 ആണ് കിട്ടുക. അപ്പോൾ ഒരു മൈലിന് എത്ര കോസ്റ്റ് വന്നു? ഒരു മൈലിന് കോസ്റ്റ് പെർ മൈൽ എന്ന് പറയുന്നത് 0.10. അതെങ്ങനെ കിട്ടിയ ഡൗട്ട് വരരുത്, കാരണം 0.80 ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് എത്ര മൈൽ പോവും? 8 മൈൽ പോവും. അപ്പോൾ ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ ഒരു മൈലിന് എത്രയാണോ കോസ്റ്റ് വരിക നമുക്ക് കിട്ടും, 0.10. ഇനി മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് എത്രയാണ് മെയിൻ്റനൻസ് പറഞ്ഞിട്ടുള്ളത്? 0.20 പെർ മൈലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പെർ മൈലാണ് തന്നിട്ടുള്ളത് 0.20. അപ്പോൾ ഇത്രയും വാരിയബിൾ കോസ്റ്റും കൂടെ കിട്ടി. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ നമ്മളിവിടെ ഡിപ്രീസിയേഷനും ലൈസൻസും അതേപോലെ ഇൻഷുറൻസ്, ഗ്യാരേജ് റെൻറ്റ്, വേജസ് ഓർ സാലറി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വാരിയബിൾ എക്സ്പെൻസിൽ പെട്രോളും ടയർ ആൻഡ് റിപ്പയർ മെയിൻ്റനൻസ് പറഞ്ഞിട്ട് അങ്ങനെ 2 എക്സ്പെൻസ് വാരിയബിളിലും വന്നു. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ മൈൽ എന്ന് പറയുന്നത് ഈ ഒരു വെഹിക്കിളിൻ്റെ മാത്രം എത്രയാണ് വന്നത്? 1 രൂപയാണ് വന്നിട്ടുള്ളത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ. കാരണം 0.70 കൂടെ 0.1, അപ്പോൾ 0.8 ആയി. 0.8 കൂടെ 0.2 ആഡ് ചെയ്യുമ്പോൾ 1 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ വെഹിക്കിൾ പെർ മൈൽ. ഈ ഒരു വെഹിക്കിള് 1 മൈല് റൺ ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നു? 1 രൂപ കോസ്റ്റ് വന്നു. അപ്പം ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ സോൾവ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.